गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम सदाशिवसमारम्भां शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ശാങ്കരകൃതികളിൽ ഉൾപ്പെട്ട പ്രശ്നോത്തര രത്നമാലികയിൽ 44 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. മൊത്തം 111 പ്രശ്നങ്ങളും അവയുടെ ഉത്തരങ്ങളും. തുടർന്ന് സർവസുഖാനാം ബീജം കിം പുണ്യം ദുഃഖമപി കുതഃ പാപാത് കസ്യൈശ്വര്യം യഃ കില ശങ്കരമാരാധയേത് ഭക്ത്യാ. സർവസുഖാനാം ബീജം കിം പുണ്യം ദുഃഖമപി കുതഃ പാപാത് കസ്യൈശ്വര്യം യഃ കില ശങ്കരമാരാധയേത് ഭക്ത്യാ. സർവസുഖാനാം ബീജം കിം, ഇതാണ് ഒന്നാമത്തെ ചോദ്യം. മറുപടി പുണ്യം. ദുഃഖമപി കുതഃ, ചോദ്യം. മറുപടി പാപാത്. കസ്യ ഐശ്വര്യം, ആർക്കാണ് ഐശ്വര്യം ഉണ്ടാകുന്നത്? ചോദ്യം. മറുപടി യഹ കില ഭക്തിയാ ശങ്കരം ആരാധയേത്. ഇവിടെ 3 ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. സർവസുഖാനാം ബീജം കിം, എല്ലാ സുഖങ്ങളുടെയും ബീജം എന്താണ്? മൂലകാരണം എന്താണ്? ബീജം മൂലകാരണം. ഇപ്പം നമ്മൾ സുഖം, പല പല സുഖങ്ങളെ നമുക്ക് പറയാം. വിഷയജനിതങ്ങളായവയെ സംബന്ധിച്ച സ്മൃതിയിൽ നിന്ന് വരുന്ന, അങ്ങനെ പലതരത്തിൽ സുഖമുണ്ട്. സാമാന്യമായിട്ട് ഇന്ദ്രിയ വിഷയ സമ്പർക്കത്തിൽ നിന്ന് സുഖമുണ്ടാകുന്നു എന്ന് ലൗകികർ വിചാരിക്കുന്നു. അപ്പോൾ സാമാന്യമായിട്ട് എന്താണ് സുഖം എന്ന് ചോദിച്ചാൽ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. കാരണം ഒരു ദേശത്തിൽ ഒരു കാലത്തിൽ ഉള്ള സുഖമായിരിക്കില്ല അതേ വ്യക്തിക്ക് മറ്റൊരു ദേശത്തിൽ മറ്റൊരു കാലത്തിൽ. ഒരിക്കൽ സുഖമെന്ന് തോന്നിയത് മറ്റൊരിക്കൽ ദുഃഖമെന്ന് തോന്നാം. ഒരിടത്ത് സുഖമെന്ന് അനുഭവിച്ചത് മറ്റൊരിടത്ത് ദുഃഖമെന്ന് അനുഭവിക്കാം. ഇനി ഒരാളെ സംബന്ധിച്ച് സുഖാവില്ല, വേറൊരാളെ സംബന്ധിച്ചു. ഒരാൾ സുഖമെന്ന് കണക്കാക്കുന്നത് മറ്റൊരാളെ സംബന്ധിച്ച് ദുഃഖമായിരിക്കും. തീർത്തും ആപേക്ഷികമാണിവ, തീർത്തും വിഭിന്നങ്ങളാണിവ. എങ്കിലും സുഖമെന്ന സങ്കല്പം നമുക്കൊക്കെയുണ്ട്. അപ്പോൾ എന്താണ് സുഖം എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ വയ്യ. പക്ഷേ സുഖമെന്ന സങ്കല്പമുണ്ട്. എന്താണ് സുഖം? അനുകൂല വേദനീയം സുഖം. അനുകൂലമെന്ന അറിവിന് വിഷയമാകുമ്പോഴാണത് സുഖമാകുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ജീവിത അനുഭവം ഇത് തനിക്ക് അനുകൂലമാണെന്ന ബോധമുണ്ടാകുമ്പോൾ അത് സുഖമാണ്. മറിച്ച് ഇത് പ്രതികൂലമാണല്ലോ എന്ന ബോധം ഉണ്ടാകുമ്പോൾ അത് ദുഃഖമാണ്. ഇതാണ് സുഖദുഃഖങ്ങളുടെ ലക്ഷണം. അപ്പോൾ എല്ലാ സുഖങ്ങളും, എന്തൊക്കെ സുഖങ്ങളുണ്ടോ അതൊക്കെ ലൗകികമോ പാരലൗകികമോ ആവട്ടെ, ലൗകികം ഈ ലോകത്തിൽ ലഭിക്കുന്നത്, പാരലൗകികം പരലോകത്തിൽ ലഭിക്കുന്നത്, ഏതോ സുഖമാകട്ടെ, അതിൻ്റെ എല്ലാം ബീജം മൂല കാരണം എന്താണെന്നാണ് ചോദ്യം. അതിൻ്റെ മറുപടി പുണ്യം. പുണ്യമാണ് സുഖകാരണം. അനേക ശാസ്ത്രങ്ങളിൽ പുണ്യത്തിൽ നിന്നാണ് സുഖമെന്ന് ആവർത്തിക്കും. എന്താണ് പുണ്യം? പുണ്യം ധർമാനുസൃതമായ ശുഭകർമ്മത്തിൻ്റെ ഫലമാണ്. ധർമാനുസൃതമായ ശുഭകർമ്മത്തിൻ്റെ ഫലമാണ് പുണ്യം. അത് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന സംസ്കാര വിശേഷങ്ങളാണ് പുണ്യ സംസ്കാരങ്ങൾ. ഏത് കർമ്മം ചെയ്യുമ്പോഴും അതേത് കരണത്തെ കൊണ്ടോ ആകട്ടെ, ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിനനുസരിച്ച സംസ്കാരം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ശേഖരിക്കപ്പെടുക തന്നെ ചെയ്യും. അതത് സമയത്ത് അതിൽ അന്ധകരണത്തെ കൂടുതൽ കൂടുതൽ പരിശുദ്ധമാക്കുന്ന തരം കർമ്മസംസ്കാരങ്ങളെ നമുക്ക് പുണ്യമെന്ന് മനസ്സിലാക്കാം. അന്ധകരണത്തെ കൂടുതൽ കൂടുതൽ മലീമസമാക്കുന്ന കർമ്മസംസ്കാരങ്ങളെ നമുക്ക് പാപമെന്ന് മനസ്സിലാക്കാം.
അപ്പം ഇതിൽ ധർമാനുസൃതമായതാണ് പുണ്യത്തെ ഉണ്ടാക്കുന്നത്. സജ്ജനങ്ങളാൽ ആദരിക്കപ്പെടുന്ന തരം കർമ്മങ്ങൾ, സത്കർമ്മങ്ങളുടെ ഫലമാണ് പുണ്യം. അപ്പോൾ പുണ്യത്തിൻ്റെ ഫലമാണ് എല്ലാ പ്രകാരത്തിലും പെട്ട സുഖം. അപ്പോൾ സുഖം ആഗ്രഹിക്കുന്നുവോ? എല്ലാവരും സുഖം ആഗ്രഹിക്കുമല്ലോ. സുഖം ആഗ്രഹിക്കാത്ത ആരാ ലോകത്തിലുള്ളത്? സുഖാർത്ഥ സർവഭൂതാനാം മതാ സർവപ്രവൃത്തയ. എല്ലാ ഭൂതങ്ങളുടെ എല്ലാ പ്രവൃത്തികളും സുഖത്തിനായിക്കൊണ്ടാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് സുഖം പ്രാപിക്കണമെങ്കിൽ പുണ്യം ചെയ്യണം. പുണ്യം എന്ന് പറഞ്ഞാൽ സത്കർമ്മങ്ങൾ, ധർമാനുസൃത കർമ്മങ്ങൾ. നമ്മുടെ അന്ധക്കരണം അരുത് എന്ന് വിലക്കുന്നത് ചെയ്യരുത്. ആര് നിർബന്ധിച്ചാലും ഏത് പ്രേരണ വന്നാലും അരുതെന്ന് ഉള്ളിൽ നിന്ന് വിലക്കപ്പെടുന്ന കർമ്മം ചെയ്യരുത്. അതുപോലെ ശാസ്ത്രത്താൽ ആചാര്യന്മാരാൽ നിഷേധിക്കപ്പെട്ടത് വികർമ്മമാണ്, അത് ചെയ്യരുത്. ഇങ്ങനെ പുണ്യവാന്മാരായാൽ സുഖികളാവാം. അതാണ് സർവസുഖാനാം ബീജം കിം പുണ്യം. ദുഃഖമപി കുതഃ എങ്കിൽ നേരെ വിപരീതം ചോദിക്കുകയാണ്. ദുഃഖമപി കുതഃ, ദുഃഖം കുതഃ. കുതഃ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന്? കസ്മാത്. എവിടെ നിന്നാണ് ദുഃഖം ഉണ്ടാവുന്നത്? പാപാത്. പാപത്തിൽ നിന്നാണ് ദുഃഖമുണ്ടാകുന്നത്. പാപം പുണ്യത്തിന് വിരുദ്ധമാണ്, വിപരീതമാണ്, അധർമ്മത്തിൻ്റെ ഫലമാണ്. അപ്പം ധർമ്മവിരുദ്ധമായ അശുഭകർമ്മങ്ങളുടെ ഫലമാണ് പാപം. നമ്മുടെയൊക്കെ മനസ്സാക്ഷി അരുത് അരുത് എന്ന് ഉള്ളിൽ നിന്ന് വിലക്കുന്ന തരം കർമ്മങ്ങളെ മനസ്സിൻ്റെ പ്രേരണയാലോ പരന്മാരുടെ പ്രേരണയാലോ നമ്മൾ ചെയ്താൽ അത് പാപകർമ്മമാണ്. എത്ര കണ്ട് പാപകർമ്മങ്ങളെ, അധർമ്മത്തെ നമ്മൾ ചെയ്യുന്നുവോ അത്രയും നമ്മുടെ അന്ധക്കരണം കൂടുതൽ കൂടുതൽ കട്ട പിടിച്ചതാകും, മലീമസമാക്കും. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ എല്ലാ അനുഭവങ്ങളും ദുഃഖപ്രദമായി മാറും. സുഖസാഹചര്യത്തിലും സുഖമനുഭവിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ദുഃഖമേ നമുക്ക് ഭോഗിക്കാനുണ്ടാവുള്ളൂ. അനുകൂല ഭാവത്തിൽ വരുന്നവരും പ്രതികൂലമായി മാറും. സാഹചര്യങ്ങളെല്ലാം വിപരീതമാകും. അത് നമ്മുടെ പാപത്തിൻ്റെ പരിണാമമാണ്. ഇവിടെ പുണ്യം പാപം എന്നൊക്കെ പറയുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവർക്കും എല്ലാ കാലത്തേക്കും പുണ്യമോ പാപമോ ഇല്ല. മറ്റാരെങ്കിലും ദൈവമോ ഏതെങ്കിലും ദേവതകളോ ഈശ്വരനോ നമുക്ക് പുണ്യപാപങ്ങളെ ഒട്ട് തന്നിട്ടുമില്ല. മറിച്ച് നമ്മുടെ കർമ്മത്തിൻ്റെ ഫലരൂപമാണ് പുണ്യവും പാപവും. അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മങ്ങളിലൂടെ, ജീവിതത്തിലൂടെ നമുക്കിവയെ സ്വാധീനിക്കാൻ സാധിക്കും. കർമ്മങ്ങളിലൂടെ പുണ്യപാപങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല. പുണ്യപാപങ്ങൾ ഇല്ലാതാവുന്നത് ആത്മജ്ഞാനിയെ സംബന്ധിച്ച് മാത്രമാണ്. ആർക്ക് ശരീര താദാത്മ്യം നിശേഷം പോയി സച്ചിദാനന്ദമായിരിക്കുന്ന ആത്മാവാണ് ഞാനെന്ന ബോധം ഉറച്ചിട്ടുണ്ടോ അയാൾക്ക് പുണ്യവുമില്ല പാപവുമില്ല. എപ്രകാരമാണോ നല്ലപോലെ ജ്വലിപ്പിക്കപ്പെട്ട അഗ്നി വിറകുകളെ വെണ്ണീറാക്കുന്നത്, അതുപോലെ ജ്ഞാനമാകുന്ന അഗ്നി സകല കർമ്മങ്ങളെയും, പുണ്യപാപാത്മക കർമ്മങ്ങളെ ഭസ്മീകരിക്കും. അപ്പോൾ ആ വിദ്വാനെ സംബന്ധിച്ച് പുണ്യമോ പാപമോ ഇല്ല. അല്ലാതുള്ളവരെ സംബന്ധിച്ച് എല്ലാം പുണ്യപാപങ്ങൾക്ക് പ്രസക്തിയുണ്ട്. അതുകൊണ്ട് പരമാവധി സത്കർമ്മങ്ങളെ ചെയ്യൂ, പരമാവധി സദ്വിചാരം ചെയ്യൂ, പരമാവധി സത്സംഗം ചെയ്യൂ എന്ന് ആചാര്യന്മാർ നമ്മളെ ഓർമ്മിപ്പിക്കും. അതിലൂടെ പുണ്യവൃദ്ധി ഉണ്ടാവും, പാപക്ഷയം ഉണ്ടാവും. അതിനനുസൃതമായി സുഖാനുഭവവും ഉണ്ടാവും. ഇത് മനസ്സിലാക്കി ലോകത്തിൽ നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടതാണ്. തുടർന്ന് അടുത്ത പ്രാവശ്യം നമുക്ക് ശ്രദ്ധിക്കാം.